കല്യാണത്തിന്റെ ദിവസം ഏറ്റവും സുന്ദരിയായി ഏറ്റവും തിളങ്ങുന്ന സ്കിന്നായിട്ട് നിൽക്കണം എന്നാണ് എല്ലാ പെൺകുട്ടികളുടെ ആഗ്രഹം. വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ ഉണ്ടാവാം, കരിയറിലെ കാര്യങ്ങൾ ഉണ്ടാവാം, അതിൻ്റെ കൂടെ ഡ്രസ്സ് സെലക്ഷൻ ഉണ്ടാവാം, ജ്വല്ലറി ഉണ്ടാവാം. ഇതിൻ്റെ ഒപ്പം തന്നെ നല്ല ആരോഗ്യമുള്ള തിളക്കമുള്ള സ്കിൻ ഉണ്ടാവാൻ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം നോക്കാം. ആദ്യമായി ചെയ്യേണ്ട കാര്യം നമ്മുടെ സ്കിൻ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ പ്രോബ്ലം സ്പെസിഫിക് ആയിട്ടുണ്ടെങ്കിൽ അത് ആദ്യമേ ട്രീറ്റ് ചെയ്യണം. ഡ്രൈ സ്കിൻ, എക്സിമ തുടങ്ങിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള ട്രീറ്റ്മെന്റ്സ് പ്ലാൻ ചെയ്യാനായിട്ട്. സ്കിൻ ബാരിയർ പ്രോബ്ലം, സ്കിൻ ബാരിയർ ഡാമേജ് ഉണ്ടെങ്കിൽ അത് ആദ്യം കറക്റ്റ് ചെയ്യണം. അനീമിയ, വൈറ്റമിൻ ഡെഫിഷ്യൻസി, തൈറോയ്ഡ് പ്രോബ്ലംസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യാം. അനീമിയ, ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. വൈറ്റമിൻ സപ്ലിമെന്റ്സ് എടുക്കാം, ഒമേഗ ഫാറ്റി ആസിഡ് സപ്ലിമെന്റ്സ് എടുക്കാം. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. ഇതെല്ലാം ഹെയർ നന്നായിരിക്കാനും സ്കിൻ നന്നായിരിക്കാനും സ്കിൻ ഗ്ലോ വരാനും വീക്ക്നെസ് വരാണ്ടിരിക്കാനെല്ലാം ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിന്റെ കൺസൾട്ടേഷൻ എടുത്ത് കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ റെജീം സ്റ്റാർട്ട് ചെയ്ത് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ക്ലെൻസ് ചെയ്യുക, നറിഷ് ചെയ്യുക, മോയ്സ്ചറൈസ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. ഇതിന് നമ്മുടെ സ്കിന്നിന് ചേർന്ന മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ എപ്പോഴും കണ്ടിന്യൂ ചെയ്യണം. എന്ത് പ്രൊസീജിയർ ചെയ്യുമ്പോഴും ആദ്യം സ്കിൻ പ്രിപ്പയർഡ് ആയിരിക്കണം, സ്കിൻ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. എന്നാലേ അതിനുള്ള നല്ല റിസൾട്ട് കിട്ടുള്ളൂ. സീറംസ് എന്തെങ്കിലും പുതിയതായി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അലർജി ഇല്ലാന്ന് ഉറപ്പാക്കിയിട്ട് വേണം സീറംസ് ട്രൈ ചെയ്യാൻ. ഫേസിലെ സ്കിന്നും ബോഡിയിലെ സ്കിന്നും റെഗുലറായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം. കുളിച്ച ഉടനെ നനവ് ഒപ്പിയെടുത്ത് കൃത്യമായിട്ട് മോയ്സ്ചറൈസർ പരട്ടണം. 2 or 3 പ്രാവശ്യം കറക്റ്റായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നത് സ്കിൻ സോഫ്റ്റ് ആയിരിക്കാനും സപ്പിളായിരിക്കാനും തിളക്കമായിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. എത്ര മാസം സമയം ഉണ്ടെങ്കിലാണ് കറക്റ്റായിട്ടുള്ള ഒരു പ്രീ ബ്രൈഡൽ സ്കിൻ കെയർ ചെയ്യാൻ പറ്റുക? 6 മാസത്തിൽ കൂടുതൽ സമയം ഉണ്ടെങ്കിൽ നന്നായിട്ട് സ്കിൻ കെയർ ട്രീറ്റ്മെന്റ്സ് എല്ലാം ചെയ്യാം. 3 to 6 months ടൈം ഉണ്ടെങ്കിലും ഓക്കെയാണ്. പല ആളുകൾക്കും ഉള്ള പ്രോബ്ലമാണ് അബ്നോർമൽ ഹെയർ ഗ്രോത്ത്. അപ്പർ ലിപ്സിലോ താടിയിലോ ശരീരത്തിലോ സാധാരണയിലധികം ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. ഈ ഹെയർ ഗ്രോത്ത് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്ത് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം നോക്കേണ്ടത് അബ്നോർമൽ ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് വരുന്നത് എന്തെങ്കിലും ഹോർമോണൽ PCOD പോലെയുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കണം. ഇത് ഉണ്ടെങ്കിൽ ഇതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. ലേസർ ഹെയർ ട്രീറ്റ്മെന്റ് കൂടുതൽ നമ്പർ ഓഫ് സിറ്റിംഗ്സ് ആവശ്യമുള്ള ഒരു കാര്യമാണ്. 6 മാസമോ 8 മാസമോ അതിൽ കൂടുതലോ ലേസർ സിറ്റിംഗ്സ് വേണ്ടി വരും. ലേസർ ട്രീറ്റ്മെന്റിന് ഫോളോ അപ്പ് സെഷൻസും വേണ്ടി വരാം. അതുകൊണ്ട് അതിനുള്ള സമയവും ബഡ്ജറ്റും പ്ലാൻ ചെയ്യണം. പിന്നെയുള്ളൊരു സാധാരണ പ്രശ്നമാണ് ആക്നെ, പിമ്പിൾസ്. ചിലർക്ക് വേദനയുള്ള പഴുപ്പ് നിറഞ്ഞ കുരുക്കൾ ഉണ്ടാവാം. ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ടാബ്ലറ്റ് കൊടുക്കേണ്ടി വരും. ഐസോട്രെറ്റിനോൺ പോലെയുള്ള ടാബ്ലറ്റ്സ് അറൌണ്ട് മാരേജ് ടൈം കൊടുക്കാറില്ല. ക്രീംസ് പരട്ടുന്നതും ഉള്ളിലേക്ക് ടാബ്ലറ്റ് കഴിക്കുന്നതും കൂടാതെ കുരുകൾ കുറയാനുള്ള പീൽസ് ചെയ്യാം. 10 തുടങ്ങി 14 ദിവസം വരെ ഇന്റർവെൽസിൽ 6 or 8 അതിലധികമോ സിറ്റിംഗ്സ് പീൽസ് ചെയ്യേണ്ടി വരും. ഇതിന് 3 or 4 മാസം സമയം കൊടുക്കേണ്ടി വരും. ചിലർക്ക് മുഖക്കുരു മാറിപ്പോയതിന് ശേഷമുള്ള മാർക്ക് ഉണ്ടാവാം. ഈ മാർക്കുകൾ ട്രീറ്റ് ചെയ്യാൻ ഡീപ്പർ പീൽസ് ചെയ്യാം, മൈക്രോഡെർമാബ്രേഷൻ ചെയ്യാം, ക്യൂസ്വിച്ച്ഡ് Nd:YAG എന്ന ലേസർ ചെയ്യാം. ഇതിനും 4 മാസം തുടങ്ങി 6 മാസം വരെ സമയം എടുത്തേക്കാം. പിമ്പിൾസ് മാറിപ്പോയതിനു ശേഷം കുഴി പോലെയുള്ള ആക്നെ സ്കാർസ് ആണുള്ളതെങ്കിൽ അതിന് മൈക്രോ നീഡ്ലിംഗ്, RF, ഡെർമോ റോളർ, ഫ്രാക്ഷണൽ ലേസർ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണുള്ളത്. ഈ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഒറ്റയ്ക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് കമ്പൈൻ ചെയ്തിട്ടും നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റ് ചെയ്തെന്ന് വരാം. ഇതിനും 4 to 6 months സമയം എടുക്കും. സ്ട്രെച്ച് മാർക്സ് വളർച്ചയുടെ ഭാഗമായിട്ട് പ്യൂബർട്ടിയുടെ സമയത്ത് പലർക്കും സ്ട്രെച്ച് മാർക്സ് ഉണ്ടായിട്ടുണ്ടാവാം. വയറിന്റെ മുകളിലുണ്ടാവാം, കൈയുടെ മുകളിലുണ്ടാവാം, തൊടയുടെ മുകളിലുണ്ടാവാം. ഇത് സ്ട്രെച്ച് മാർക്സ് 100% ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും മൈക്രോ നീഡ്ലിംഗ്, RF, ഡെർമോ റോളർ, PRP, ഫ്രാക്ഷണൽ CO2 ലേസർ ഇതെല്ലാം സ്ട്രെച്ച് മാർക്സ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. 1 മാസം തുടങ്ങി 1.5 മാസം ഇന്റർവെൽസിൽ 4 to 6 months സെഷൻസ് എന്തായാലും വേണം. ചിലർക്ക് ഫേസിൽ പിഗ്മെന്റേഷൻ ഉണ്ടാവാം, നെക്കിൽ പിഗ്മെന്റേഷൻ ഉണ്ടാവാം, ടാൻ ഉണ്ടാവാം, കയ്യിലോ ബാക്കിലോ എല്ലാം ടാൻ ഉണ്ടാവാം. കഴുത്തിലോ അണ്ടർ ആംസിലോ ഉള്ള പിഗ്മെന്റേഷൻ ഹോർമോണൽ പ്രോബ്ലംസ് കൊണ്ടല്ല എന്ന് ആദ്യം ഉറപ്പ് വരുത്തണം. ടാൻ കുറയാനായിട്ട് പീൽസ് ചെയ്യാം, മൈക്രോഡെർമാബ്രേഷൻ ചെയ്യാം, ക്യൂസിച്ച് ലേസേഴ്സ് ചെയ്യാം. ഇതെല്ലാം ഹെൽപ്ഫുൾ ആണ്. കാര്യമായിട്ടുള്ള സ്കിൻ ഇൻഫെക്ഷൻസോ ഇഷ്യൂസോ ഒന്നും ഇല്ലെങ്കിൽ ഗ്ലോ വരാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? സ്കിൻ ഗ്ലോ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പീൽസ് ചെയ്യാം, ഫോട്ടോ ഫേഷ്യൽ ചെയ്യാം, ഹൈഡ്രോഫേഷ്യൽസ് ചെയ്യാം, കാർബൺ പീൽ ചെയ്യാം, ലേസർ ടോണിങ് ചെയ്യാം. 3 months to 6 months ടൈം ഇസ് ഗുഡ് ഇനഫ്. ഇതിനോടൊപ്പം ചെയ്യുന്നതാണ് ഹോം റെമഡീസ്. ഇൻ ക്ലിനിക് ആയിട്ട് പ്രൊസീജിയേഴ്സ് നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ
എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ടുള്ള AHA BHA കണ്ടെയ്നിങ് ആസിഡ്സോ ഹോം സ്ക്രബ്സോ ഒന്നും ഇതിനോടൊപ്പം വീട്ടിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ബോഡി പിഗ്മെന്റേഷനോ ബോഡി ടാനിനോ പീൽസോ മൈക്രോഡെർമാബ്രേഷനോ ലേസറോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ എക്സ്ഫോളിയേറ്റിംഗ് ആയിരിക്കും. അതുകൂടാതെ വേറൊരു എക്സ്ഫോളിയേഷൻ നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റ് അഡ്വൈസ് ചെയ്തിരിക്കുന്ന സ്കിൻ കെയർ ഫോളോ ചെയ്താൽ മതി. രണ്ടും ഒരുമിച്ച് ചെയ്താൽ കൂടുതൽ അലർജി ഉണ്ടാവാനോ ഇറിറ്റേഷൻ ഉണ്ടാവാനോ ചാൻസ് ഉണ്ട്. കല്യാണത്തിന് പ്രിപ്പയർ ചെയ്യാൻ 1 മാസം അല്ലെങ്കിൽ അധികം കുറവാണ് സമയമുള്ളെങ്കിൽ എന്ത് ചെയ്യും? എന്തെങ്കിലും സ്കിൻ പ്രൊസീജിയേഴ്സ് നമുക്ക് അപ്പോൾ ചെയ്യാൻ പറ്റുമോ? പുതിയതായിട്ടുള്ള ഒരു പ്രൊസീജിയറും ഈ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഏത് പ്രൊസീജിയറിനും നമ്മുടെ സ്കിന്ന് അലർജി വരാം. അതുകൊണ്ട് സേഫർ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് മാത്രം ട്രൈ ചെയ്യാം. നിങ്ങളുടെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് നിങ്ങൾ മുന്നേ ചെയ്തിട്ടുള്ള സേഫ് ആയിട്ടുള്ള പീൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അല്ലെങ്കിൽ മൈക്രോഡെർമാബ്രേഷൻ ചെയ്യാം. ഹൈഡ്രോഫേഷ്യലും സേഫർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ലേസർ ഹെയർ ട്രീറ്റ്മെന്റോ പിഗ്മെന്റേഷനുള്ള ലേസർ പ്രൊസീജിയേഴ്സോ ഈ സമയത്ത് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. അബ്നോർമൽ ആയിട്ടുള്ള ഫേഷ്യൽ ഹെയറോ ബോഡി ഹെയറോ റിമൂവ് ചെയ്യാൻ ത്രെഡിങ്ങോ ഷേവിങ്ങോ ചെയ്യാം. വാക്സിംഗ് ഇസ് ബെറ്റർ അവോയ്ഡഡ്. ഒരു 30s കഴിഞ്ഞിട്ട് അറൌണ്ട് 40s അടുത്താണ് മാരേജ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ചിലർക്ക് സ്കിൻ സാഗിങ് ഉണ്ടോ റിങ്കിൾസ് ഉണ്ടോ എന്നൊക്കെ കൺസേൺസ് ഉണ്ടാവാം. മൈക്രോ നീഡ്ലിംഗ് RF അല്ലെങ്കിൽ ഹൈഫു ഹൈ ഇന്റൻസ് ഫോക്കസ് അൾട്രാസൗണ്ട് സ്കിൻ ടൈറ്റനിങ് ചെയ്യാനും സ്കിൻ്റെ സാഗിങ് കുറയ്ക്കാനും റിങ്കിൾസ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. ഇതിന് 3 to 6 months ടൈം കൊടുക്കണം. ഡയറ്റിൽ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാനുണ്ട്? കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞാൽ ജ്യൂസ് വരും, ഫ്രൂട്ട്സ് വരും, ഇളനീര് വരും. ഇതെല്ലാം നല്ലതാണ്. ജ്യൂസ് കഴിക്കുന്നതിനേക്കാൾ ഫ്രൂട്ട്സ് ചവച്ചരച്ച് കഴിക്കുന്നതിനാണ് നല്ലത്. ജ്യൂസ് ആയിട്ടാണ് കുടിക്കുന്നതെങ്കിൽ അതിൻ്റെ പൾപ്പ് അരിച്ചു മാറ്റാതെ എക്സ്ട്രാ ഷുഗർ ചേർക്കാതെ വേണം കഴിക്കാൻ. ഇളനീര് കുടിക്കാം. നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യണം. 2 തുടങ്ങി 3 ലിറ്റർ വരെ വെള്ളം കുടിക്കാം. പച്ചക്കറികളും ഫ്രൂട്ട്സും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇലക്കറികൾ കഴിക്കുക. അയൺ ഉണ്ട്, ഫൈബർ ഉണ്ട്. പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ച് കഴിക്കുക. അതിൻ്റെ ന്യൂട്രീഷണൽ ബെനിഫിറ്റ് കൂടുതലായിരിക്കും. ക്യാരറ്റ് കഴിക്കാം. അതിൽ ബീറ്റ കാരോട്ടിൻ ഉണ്ട്, ഫൈബർ ഉണ്ട്. ബീട്രൂട്ട് കഴിക്കാം. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ് ആപ്പിൾ, പോമഗ്രനേറ്റ് മാതള നാരങ്ങ, ഓറഞ്ച്, നെല്ലിക്ക, പപ്പായ. ഇതെല്ലാം സ്കിൻ ടാൻ കുറയാനും സ്കിൻ ലൈറ്റൻ ചെയ്യാനും സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. മുട്ടയുടെ വെള്ള കഴിക്കുന്നത് നല്ലതാണ്. നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഒമേഗ ഫാറ്റി ആസിഡ്സ് ഉള്ള ഫിഷ്, പ്രത്യേകിച്ചും മത്തി പോലെയുള്ള ഫിഷിലെല്ലാം നല്ലോണം ഒമേഗ ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഇത് സ്കിന്നിനെ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യാനും ഹെയർ ഹെൽത്തി ആയിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ആൽമണ്ട്സ് കഴിക്കാം. ഒമേഗ ഫാറ്റി ആസിഡ് റിച്ച് ആയിട്ടുള്ള വാൽനട്ട്സ് കഴിക്കാം. ഡേറ്റ്സ് കഴിക്കാം. ഇതെല്ലാം ഡയറ്റിൽ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. വെയിറ്റിനെ കുറിച്ച് പെട്ടെന്ന് കോൺഷ്യസ് ആയിട്ട് വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കാനോ വെയിറ്റ് പെട്ടെന്ന് കൂട്ടാനോ ശ്രമിക്കരുത്. വെയിറ്റ് പെട്ടെന്ന് കൂട്ടാനോ വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കാനോ ശ്രമിക്കുന്നത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. പെട്ടെന്ന് അങ്ങോട്ട് വെയിറ്റ് കുറയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് ക്രാഷ് ഡയറ്റ് ചെയ്യുമ്പോൾ സ്കിൻ ഡ്രൈ ആവാനും ക്ഷീണം വരാനും ഹെയർ ഫാൾ ഉണ്ടാവാനും സങ്കൺ ഐസ് ഉണ്ടാവാനും ഡാർക്ക് സർക്കിൾസ് വരാനും കണ്ണ് കുഞ്ഞതുപോലെ തോന്നാനും ഒക്കെ കാരണമാവും. അതുപോലെ തന്നെയാണ് വെയിറ്റ് ഗെയിൻ. പെട്ടെന്ന് തടി വയ്ക്കാൻ വേണ്ടി ബട്ടറോ പാലോ മധുരോ ഐസ്ക്രീമോ എല്ലാം കൂടുതലായിട്ട് കഴിച്ചാൽ ഹോർമോണൽ പ്രോബ്ലംസ് ഉണ്ടാവാം, പിമ്പിൾസ് വരാം. വെയിറ്റ് ഗെയിൻ ആയാലും വെയിറ്റ് ലോസ് ആയാലും ഗ്രാജുവലി പ്ലാൻ ചെയ്യണം. ബ്രൈഡൽ സ്കിൻ കെയറിൻ്റെ പാർട്ടായിട്ട് പാർലർ വിസിറ്റ്സ് ചെയ്യുമ്പോൾ മാനിക്യൂറോ പെഡിക്യൂറോ ചെയ്യുമ്പം ഈ നെയിൽ ക്യൂട്ടിക്കിൾ റിമൂവ് ചെയ്യാതിരിക്കുക. വാക്സ് ചെയ്യുമ്പോൾ മുഖത്ത് ഹെയർ വാക്സ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. വാക്സ് ചെയ്യുമ്പോൾ ബേൺസ് ഉണ്ടാവാം, ഇൻഫെക്ഷൻ ഉണ്ടാവാം. അതുപോലെ തന്നെ ബാക്കിലെ ഹെയർ വാക്സ് ചെയ്യുമ്പോഴും ബേൺസ് വരാനും ഒരു ലാർജർ ഏരിയ ലാർജ് ഏരിയ ബാക്ക് ഏരിയയിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കല്യാണത്തിനോട് അടുത്ത ഡേറ്റിൽ പ്രത്യേകിച്ചും വാക്സ് ചെയ്യാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. റെഗുലറായിട്ട് ചെയ്യുന്ന ഫിസിക്കൽ എക്സസൈസസ്, വാക്കിങ്ങിന് പോകുന്നതോ യോഗ ചെയ്യുന്നതോ ജിമ്മിൽ പോകുന്നതെല്ലാം ശരീരം ടോൺ ആയിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. എത്രയൊക്കെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്താലും വിവാഹത്തിന്റെ ഡേറ്റിനോട് അടുക്കുമ്പോൾ എല്ലാവർക്കും സ്ട്രെസ് വരും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നറിയാം എന്ന് വിചാരിച്ചിട്ട് ഓവർ സ്ട്രെസ് ചെയ്യരുത്. നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ടൈം, നിങ്ങളുടെ മിനി ടൈം, അതിന് നിങ്ങൾ സമയം കണ്ടെത്തണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് സമയം മാറ്റി വെക്കുക. ഇത് മൈൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം സ്കിൻ കെയർ മാത്രമല്ല, അത് നമ്മുടെ ഹെൽത്ത് കെയർ കൂടിയാണ്. നമുക്ക് തന്നെ എന്തെങ്കിലും ഹെൽത്ത് കൺസേൺസ് ഉണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാനും നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് കറക്റ്റ് ചെയ്യാനും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ, നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ സ്കിന്നിനെയും ശ്രദ്ധിക്കാൻ കൂടി അത് പഠിക്കുകയാണ്. വിവാഹത്തിന്റെ അന്നത്തെ ദിവസം മാത്രമല്ല, വിവാഹത്തിന് മുന്നേയും അതിനുശേഷവും ആരോഗ്യത്തോടെയും സ്കിൻ ഹെൽത്തി ആയിട്ടിരിക്കാനും ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും.